പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്നിപ്പോൾ വീഡിയോ എടുക്കണേ. ഞങ്ങൾ ഫാമിലി ആയിട്ടൊരു ചെറിയൊരു ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ എടുത്തിട്ടേക്കാം എന്ന് വിചാരിച്ചേക്കണം. ഓരോ ദിവസമായി ഞാൻ വണ്ടിക്കകത്ത് പോയിട്ട് അവിടെ നിന്ന് വന്നിട്ട് ഇവിടെ ഒരു 4-5 ദിവസം ഇവിടുത്തെ കേരളത്തിലെ വണ്ടിക്ക് പോയത് മാത്രമേ ഉള്ളൂ. വണ്ടിയിൽ വേറെ വണ്ടിയിലൊന്നും പോയില്ലായിരുന്നു. അങ്ങോട്ട് പോയിട്ടില്ല, തമിഴ്നാട്ടിലേക്ക് കോയമ്പത്തൂർക്ക് പോയില്ല, കമ്പനിയിലേക്ക് തിരിച്ചു പോയിട്ടില്ല. ഈ മാസം ലാസ്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു 15-ാം തീയതിക്ക് ശേഷം എന്തായാലും പോകും എന്നാ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മാസം 15-ാം തീയതി പോകണ്ട, ഒരു മാസം ഡിലേ ആയിട്ടാണ് ചെല്ലുക. പക്ഷേ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. എന്തായാലും കമ്പനിയെ വിളിച്ചൊന്ന് പറഞ്ഞിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് വിളിച്ച് പറഞ്ഞിട്ട് വേണം പോകാനായിട്ട്. അപ്പം ഇന്നിപ്പോൾ തൽക്കാലം നമ്മുടെ കൂടെ കൂടുക. എല്ലാവരും എങ്ങോട്ടാ പോകുന്നതെന്നൊന്നും എൻ്റെ അടുത്ത് ചോദിക്കുക. കാരണം അങ്ങനെ ഒരു കറക്റ്റ് ഐഡിയ ഒന്നുമില്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, പോകുന്നവരെ പോകും. ചിലപ്പോൾ ഇന്ന് തന്നെ തിരിച്ചു വരും, ചിലപ്പോൾ നാളെ തിരിച്ചു വരും, പറയാൻ പറ്റില്ല. ഓക്കെ, ഇന്ന് കൂടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ 2 മക്കളുണ്ട്. ജോഷ്, ഇത് കെസിയ, പിന്നെ എൻ്റെ വൈഫ് കൂടെ ഉണ്ടെന്ന്, അതായത് ജെസ്സി. ഓക്കെ, അപ്പം ബാക്കി വഴിയിൽ കാണാം. ഫുൾ ബ്ലോക്കാണ് ഗൈസ്, ഒരു രക്ഷയില്ല. വണ്ടി പുറത്തേക്ക് ഇറക്കി മെയിൻ റോഡിലേക്ക് എത്താറായി ഭയങ്കര ബ്ലോക്ക്. എനിക്കൊന്ന് തൃശ്ശൂർ പൂരമാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ആൾക്കാർ പോകാനൊക്കെ കേട്ടോ. എന്നാലും ഇന്ന് സാറ്റർഡേ ആണ്, അപ്പോൾ എല്ലാവരും കറങ്ങാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം അതുകൊണ്ടായിരിക്കും ബ്ലോക്ക് അയക്കുന്നത്. സിഗ്നലായിരുന്നു കേട്ടോ, പറവൂർക്കാവില്ല. അവിടെ നല്ല ബ്ലോക്കാ. ഇപ്പുറത്തെ സൈഡ് നോക്കി ഫുൾ ബ്ലോക്കായിട്ട് നിൽക്കാം. കഴിക്കാനായിട്ട് എന്തെങ്കിലും മേടിച്ചിട്ട് കൊണ്ടുപോകണോ? കഴിക്കാനൊന്നും മേടിക്കണ്ട. ഈ ടെസ്റ്റിംഗ് ഗ്രൗണ്ടാണ് റൈറ്റ് സൈഡിൽ കേട്ടോ. ആലുവയിലെ ടെസ്റ്റിംഗ് ഗ്രൗണ്ട് ഹെവി വെഹിക്കിൾസിൻ്റെ. മംഗലപ്പുഴ പാലം എത്താറായി. ആലുവ മംഗലപ്പുഴ പാലം, ആലുവ മാർത്തണ്ഡവർ പാലം, മംഗലപ്പുഴ പാലം, 2 പാലം ഉള്ളത്. നിങ്ങൾ മാർത്തണ്ഡവർ പാലം കയറണ്ട, അതിന് മുമ്പ് ഇടത്തോട്ട് തിരിഞ്ഞ് ഞാൻ പോയിരുന്നു. ഇതിപ്പോൾ പർവ്വതമല ഇടത്തോട്ട് തിരിഞ്ഞ് മംഗലപ്പുഴ പാലം എത്താറായി. പെരിയാർ ക്രോസ് ചെയ്യുന്നു. മംഗലപ്പുഴ നേരത്തെ ആ ഒരു പാലം മാത്രം, അതിനകത്തോടെയാണ് 2 സൈഡും പോയിക്കൊണ്ടിരുന്നത്. സിംഗിൾ ലൈനായിരുന്നു. 4 ലൈൻ ആയി കഴിഞ്ഞപ്പോൾ ഇപ്പുറത്ത് വേറെ പാലം കൂടി പണിതു. അത്രേ ഉള്ളൂ. റെക്കോർഡാവുന്നുണ്ടോ? അപ്പോൾ നമ്മളിപ്പം അങ്കമാലി എത്തി. കഴിഞ്ഞ ദിവസം ഞാൻ വണ്ടി കൊണ്ട് പോയപ്പോഴേ ഡീസൽ അടിക്കാൻ വേണ്ടി നിർത്തി കഴിഞ്ഞിട്ട് വണ്ടിക്കകത്ത് കയറി കഴിയുമ്പോഴേക്കും എൻ്റെ പുറം വിലങ്ങി കഴിഞ്ഞപ്പോൾ വണ്ടി ഓടിക്കാൻ ഗിയർ ഇടാനേ പറ്റുന്നില്ല എനിക്ക്. അങ്ങനെ ആയി കഴിയുമ്പോഴേക്കും ആ മൊത്തം കുഴപ്പമായി. ഒരു വിധത്തിൽ ഞാൻ വണ്ടി ഓടിച്ച് എൻ്റെ കൂടെ ഇപ്പം ആ പയ്യനുണ്ട് കൂടെ. അപ്പം അവൻ എടുത്തോളാം എന്ന് പറയുന്നുണ്ടെങ്കിൽ എനിക്ക് അത്ര വിശ്വാസം ആവുന്നില്ല അവൻ എടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ വന്ന് ഇവിടം വരെ വന്നു കഴിയുമ്പോഴേക്കും ഞാൻ ഇവിടെ വെച്ചിട്ട് ഞാൻ വണ്ടി നിർത്തിയിട്ട് അവന് മാറാമെന്ന് വിചാരിച്ചാണ് ഇവിടെ നിർത്താൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അപ്പം നോക്കിയപ്പോഴാണ് രാജഗിരി മെഡിക്കൽ സെൻ്റർ കണ്ടത്. നേരെ അതിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് ഞങ്ങൾ നിർത്തി വണ്ടിയിട്ട്. എന്നിട്ട് കണ്ടേ ഫ്രണ്ടിൽ കാണുന്നത് രാജഗിരി മെഡിക്കൽ സെൻ്ററാണ്. അപ്പം അവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്തിയിട്ട് ഞാൻ നേരെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അവൻ്റെ അടുത്ത് പറഞ്ഞ് വണ്ടി നോക്കിക്കോളാൻ പറഞ്ഞിട്ട് നേരെ അകത്തേക്ക് ചെന്ന്
അകത്തേക്ക് എന്നിട്ട് ഞാൻ കാഷ്വാലിറ്റി എന്ന് പറഞ്ഞവരെ എനിക്ക് അല്ല ആദ്യം അവിടെ ഫ്രണ്ടിൽ തന്നെ ഒരു ഇതുണ്ട്, ഫാർമസി ഉണ്ട്. ഫാർമസി ചെന്നിട്ട് പെയിൻ കില്ലർ തരുമെന്ന് ചോദിച്ചു. അപ്പോൾ പെയിൻ കില്ലർ തരില്ല, ഡോക്ടർ പറയണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് ഫിസിഷ്യനെ കാണിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ കാഷ്വാലിറ്റിയിൽ ഫിസിഷ്യനെ കണ്ടു. അങ്ങനെയാണെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ എടുത്ത് അത് കഴിഞ്ഞിട്ട് പെയിൻ കില്ലറും ഗ്യാസിൻ്റെ ഗുളിക കൂടി തന്നു വിട്ടു. അപ്പം അത് അവിടെ കിടന്ന് ഒരു അരമണിക്കൂർ അവിടെ കിടന്ന് കഴിഞ്ഞപ്പോഴേക്കും ആ വേദന അങ്ങ് മാറുകയും ചെയ്തു, ആ ഇഞ്ചക്ഷൻ എടുത്തോണ്ട്. ഇല്ലാണ്ടെങ്കിൽ ആ വേദനയും വെച്ചുകൊണ്ട് ഞാൻ ഫുള്ളായിട്ട് ആ വണ്ടി ഓടിക്കേണ്ടി വന്നതിന്. അപ്പം അങ്ങനെയാണ് ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ കൊണ്ടുവന്ന വണ്ടി നിർത്തിയത്. രാജഗിരി മെഡിക്കൽ സെൻ്ററിൽ എഴുതിയാണ് ആ കാർ കിടക്കുന്നതിൻ്റെ കറക്റ്റ് അവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്തി. ട്രെയിലറി ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഞാൻ പോയി. രാത്രി 1 മണിയായി. 1 മണി കഴിഞ്ഞപ്പോഴാണ് വണ്ടി ഇവിടെ നിർത്തിയത് ഇവിടെ. അപ്പം ഫുള്ള് അങ്കമാലി ഫുള്ള് ബ്ലോക്കാ, ഒരു രക്ഷയില്ല. ഇവിടെ എപ്പോഴും ഇങ്ങനെയാണെന്ന് പറയണത്. അങ്കമാലിയുടെ അവസ്ഥ എപ്പോഴും ഫുള്ള് ബ്ലോക്കായിട്ട് നിൽക്കത്തുള്ളൂ. നമ്മളിങ്ങനെ മനൂർ ചെയ്ത് പോവാന്ന് പറയില്ലേ, ആ ഒരവസ്ഥയാണ് ഇപ്പം. കയറി 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 പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പുറകെയാണെന്നുണ്ടെങ്കിൽ ഒരു ആംബുലൻസും വരുന്നുണ്ട്. ആംബുലൻസ് എമർജൻസി അല്ല, എന്നാൽ വരുന്നുണ്ട്, ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അങ്ങോട്ട് കയറി പോകാനും പറ്റുന്നില്ല. ഇവിടെ സിഗ്നൽ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ഫ്ലൈ ഓവർ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ പരിപാടി തീരും. അത് ചെയ്താൽ മതി. ഇത് ഹൈവേ ഉണ്ടാക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് അതൊക്കെ. അത് ചെയ്തിട്ടില്ല. ഈ അങ്കമാലിക്ക് ഒരു ഫ്ലൈ ഓവർ, ചാലക്കുടിയിൽ ഫ്ലൈ ഓവർ ഉണ്ടാക്കിയിട്ടുണ്ട്, ആലുവയിൽ ഫ്ലൈ ഓവർ ഉണ്ടാക്കിയതാണ് ഏറ്റവും രസമുള്ള ഫ്ലൈ ഓവർ. അത് ഒരു മാർക്കറ്റിന് വേണ്ടി കൂടി ഫ്ലൈ ഓവർ ഉണ്ടാക്കി, മാർക്കറ്റിന് വേണ്ടി മാത്രം ഒരു സിഗ്നലിൽ നിന്ന് അടുത്ത സിഗ്നൽ വരെ ഒരു ഫ്ലൈ ഓവർ. അതേമാതിരി തന്നെ എടപ്പള്ളിയിലെ ഫ്ലൈ ഓവറും അതേമാതിരി തന്നെയാണ്. അതൊക്കെ ഒരു പ്രഹസനമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ഇവിടെ ശരിക്കും ഫ്ലൈ ഓവർ വേണ്ടത് അങ്കമാലിയിൽ. അങ്ങനെയാണെങ്കിൽ തിരക്ക് ഒഴിവായി കിട്ടിയാൽ. ആ പോലീസുകാരൻ നിന്ന് വെറുതെ അവിടെ തിരക്കുണ്ടായിക്കൊണ്ടിരിക്കണേ കാണുന്നത്. ആളുകൾ അതനുസരിച്ചിട്ട് അഡ്വാൻസ് നിർത്തുകയും അതനുസരിച്ച് പോവുകയും ചെയ്ത് കഴിഞ്ഞാൽ തിരക്കുണ്ടാവില്ല ഇവിടെ. തെറ്റ് പറയാനില്ല, കാരണം അദ്ദേഹമാണെങ്കിലും അവിടെ ആ വെയിലത്ത് നിന്ന് അത്രയും പണിയെടുക്കണതിന് പുള്ളി സമ്മതിക്കണം. കാരണം ഇദ്ദേഹം അതിൽ വെയിലത്താണ് നിൽക്കുന്നത്. പുള്ളിക്കും മനുഷ്യനല്ലേ കണ്ടോ ആ സാറൊക്കെ നിൽക്കുന്നതാണ്. പുള്ളി കേരള പോലീസിലുള്ളതല്ല, പക്ഷെ എന്നാൽ ഹൗസ് ഗാർഡാണ്. ഇവിടെയാണ് അങ്കമാലി ബസ് സ്റ്റാൻഡ്. നമ്മുടെ സിനിമാ നടൻ നമ്മുടെ എന്താണ് ദിലീപ് ഉണ്ടല്ലോ, ദിലീപിൻ്റെ ഒരു തിയേറ്റർ ഉണ്ടല്ലോ. എന്നറിയാം തിയേറ്ററിൻ്റെ പേര് അറിയാവോ? സിനിമാ നടൻ ദിലീപിൻ്റെ തിയേറ്റർ ഇവിടെ ഉണ്ടല്ലോ, കാർണിവൽ. കണ്ട, ഇതാണ് കാർണിവൽ സിനിമാസ് എന്ന് പറഞ്ഞത്. ഇത് ദിലീപിന്റെ ഇതാണ്, തിയേറ്ററാണ് കാർണിവൽ. അതിൻ്റെ അകത്താണ് ഈ ഇതിന്റെ പുറയിലായിട്ടാണ് KSRTC ബസ് സ്റ്റാൻഡ്. ആ ഒരു കോംപ്ലക്സ് ആണത്, ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ്. അതിനകത്താണ് കാർണിവൽ സിനിമാസ് ഉണ്ട്. അതേമാതിരി അതിന്റെ ബാക്കിലായിട്ട് ബസ് സ്റ്റാൻഡ് ഉണ്ട്. പക്ഷെ ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥ ഭയങ്കര മോശമാണ്. സ്റ്റാൻഡില് എന്താ പറയുക, ഗ്രൗണ്ടൊക്കെ ആകെ കുഴിയും കുണ്ടും കുഴിയൊക്കെ ആയിട്ട് കിടക്കുകയാണ്. ഈ റോഡും അങ്ങനെ കോൺക്രീറ്റ് ചെയ്തു കേട്ടോ. ഞാൻ സാധാരണ പറയുന്ന മാതിരി തന്നെ ഇത്
ഇതിപ്പോ കാറിന് പോകുമ്പോ നമ്മൾ അറിയുന്നില്ല കോൺക്രീറ്റ് ചെയ്തേക്കുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്താണുള്ളത്. ചെറിയ കുടുക്കം മാത്രമേ തോന്നുന്നുള്ളൂ. പക്ഷെ ഇത് ലോറിക്കാണ്, നമ്മൾ ട്രക്കിനാ പോകുന്നതെങ്കിൽ ഇതിങ്ങനെ ചാടി 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 അല്ലാണ്ട് ഇതിനകത്തൊരു ഓടിക്കാൻ പറ്റില്ല. വണ്ടി ചാട്ടത്തോട് ചാട്ടമായിരിക്കും. പ്രത്യേകിച്ച് ട്രെയിലറാണ്, ഈ പറയാൻ വേണ്ടല്ല. അതേണ്ട് ഇവിടത്തെയൊക്കെ ഫുള്ള് ടാർ ചെയ്തിട്ടുണ്ട്. നേരത്തെ ഇത് ഭയങ്കര ചെറിയ റോഡായിരുന്നു കേട്ടോ. ഇതിപ്പോ റോഡൊക്കെ വലുതാക്കി. ഞാനും ഒരുപാട് നാളായി ഇതിലേക്ക് പോയിട്ട്. ഒരുപാട് നാളെന്ന് പറയാൻ ഒരു മിനിമം ഒരു 6-7 വർഷമായിട്ടുണ്ടാവും ഈ റോഡിൽ പോയിട്ട്. നിങ്ങൾ വിചാരിക്കും അടുത്തല്ലേ, അതിരപ്പള്ളിയൊക്കെ ആലുവെന്നൊക്കെ അടുത്തല്ലേ, പോകാലോ ഇടക്കും നിലക്കൊക്കെ പോകാന്നല്ലേ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെയൊക്കെ പോയിട്ട് നാളെ കൊറോണക്കൊക്കെ മുന്നേ പോയിട്ടുള്ളതാണ്. അതിന് മുമ്പ് പോയിട്ടുള്ളതാണെന്ന് തോന്നുന്നു. അതും കാറിനൊന്നും പോയിട്ടില്ല, ബൈക്കിന് പോകും. ഇടക്ക് എനിക്കിങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു, ബൈക്ക് എടുത്തിട്ട് ഇങ്ങനെ വെറുതെ അങ്ങ് പോകാന്നുള്ളത്. അങ്ങനത്തെ പോക്കൊക്കെ പോയിട്ടുണ്ടെന്നുള്ളൂ. ഇവരെ ഒന്നും അങ്ങനെ കൊണ്ടുപോയിട്ടില്ല. ജെസ്സി വന്നിട്ടുണ്ടോ? അതിരപ്പള്ളിയിൽ പോയിട്ടുണ്ടോ? ഒരു പ്രാവശ്യം കണ്ടേ കൊണ്ടുപോയിട്ടുള്ളൂ ഞാൻ ഇതുവരെ ആയിട്ട്. സോറി കേട്ടോ. ജോഷിനെ അതേമാതിരി തന്നെ ഒരു പ്രാവശ്യം കൊണ്ടുപോയിട്ടില്ല അതിരപ്പള്ളിയിൽ. പക്ഷെ ജെസ്സിനെ കൊണ്ടുപോയിട്ടില്ല. ജോഷിനെ കൊണ്ടുപോയത് ശരിക്കും ആ വെള്ളച്ചാട്ടത്തിന് തൊട്ട് മുമ്പായിട്ട് അല്ലേടി? അല്ലേടാ? അല്ല, വെള്ളച്ചാട്ടത്തിന് വെള്ളപ്പൊക്കത്തിന് നമ്മുടെ 2018 വെള്ളപ്പൊക്കത്തിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് കൊണ്ടുപോയത്. കാരണം അവർക്ക് ഒരു ടോക്കൺ കിട്ടിയായിരുന്നു സ്കൂളിൽ നിന്ന്. ഒരു പാർക്കുണ്ട് ആ പോകുന്ന വഴിക്ക്, ഫിഷിനെയൊക്കെ വളർത്തുന്ന ഒരു പാർക്ക്. ആ പാർക്കിൽ കയറി കാണാൻ പറ്റും എന്നും പറഞ്ഞുകൊണ്ട് ഒരു ടോക്കൺ തന്നു കഴിഞ്ഞപ്പോൾ അതിനാണ്ട് 50% ഓഫോ അല്ല, ഇവർക്ക് ഫ്രീ ആണ്, അഡൽട്സിന് മാത്രം പൈസ കൊടുത്താൽ മതി, അങ്ങനെ എന്തോ ഒരു സ്കീമായിരുന്നു അത്. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി അന്ന് കൊണ്ടുപോയതാണ്. അങ്ങനെ അതിരപ്പള്ളിയിലും പോയി ഞങ്ങൾ. ഇതാ ഞാൻ പറഞ്ഞ പൈൻ ഫോറസ്റ്റ്. പൈൻ എന്ന് പറഞ്ഞാൽ പൈനല്ല, എന്താ പറയണത്, പാം ഫോറസ്റ്റ്, പാം ട്രീസിന്റെ. ഇത് ഗവൺമെന്റ് പ്രൊജക്റ്റാണത്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ഇത് നിറച്ച് മുന്നോട്ട് പോകുമ്പോൾ നിറച്ച് ഇത് മാത്രമായിട്ട് മാറും. അടുത്തൊരു വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടം അല്ല കേട്ടോ, പൈപ്പ് ലീക്ക് ആയിക്കൊണ്ടിരിക്കണതാണ്. അയ്യോ, ഇവിടെ എന്താ ഇത്രയും തിരക്ക്? ചെക്ക് പോയിന്റ് ആണ്. ഇവിടെ പേരൊക്കെ എഴുതണോ? ഇവിടെ നിർത്താം. കണ്ട, ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞില്ലേ, ഈ കാണുന്ന മരങ്ങൾ. ഇത് കണ്ട പാം ട്രീ ആണത്. അതായത് ഇതിനകത്ത് പാം ഓയിൽ ഉണ്ടാക്കുന്നതാണ്. ഇതിൻ്റെ ഒരു കുരുവുണ്ട്, അതിനകത്താണ് പാം ഓയിൽ ഉണ്ടാക്കുന്നത്. അപ്പം ഇതിനകത്തുനിന്ന് പാം ഓയിൽ ഉണ്ടാക്കുക. ഇതിൻ്റെ ഒരു തോട്ടമാണിത്. ഇതിൻ്റെ നടുക്കൂടി കഴിഞ്ഞ് പോകാൻ പോകുന്നത് നമ്മൾ. ഇത് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്. ഇവിടെ എൻട്രി ചെയ്യണം. ഇത് അവിടെ ഞാൻ കാണിച്ചു തരാം. ഇത് അവിടെ പോയിട്ട് എൻട്രി എടുക്കണം. ഓക്കെ, പോയി എൻട്രി ചെയ്തിട്ട് വരാം. അപ്പോൾ ഇതാണ് ചെക്ക് പോസ്റ്റ്. ചെക്ക് പോസ്റ്റിൽ എൻട്രി ഇട്ടിട്ട് നമുക്ക് വെറുതെ കയറി പോയാൽ മതി. ചെയ്ത് 321 ഇപ്പൊ ചെയ്തോളെ. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ആണ്. ഇതാണ് പൈൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ പറയല്ലേ. ഇവിടെ രണ്ട് സൈഡിലും പൈൻ ഫോറസ്റ്റ് ആണ്. ഇത് ഗവൺമെന്റിന്റെ പ്രോജക്റ്റാണിത്. ഇവിടെ ആന വരും ഇടക്കിടക്ക്. ആന ഇങ്ങനെ വരും. ഇതിൻ്റെ അകത്ത് പൈനാപ്പിളിൻ്റെ കൃഷിയുണ്ട്. അതെ, മേളിൽ കണ്ട, ആ മേളിലായിട്ട് പൈനാപ്പിളിൻ്റെ കൃഷിയുണ്ട്. കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കണ്ട, ഇതാണ് പൈൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത്.
പാമാണ്, പാം ട്രീസ് ആണ്, പാം ട്രീ. അതായത് ഈ എണ്ണ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന. ഇതിപ്പോൾ ഉണ്ടാവും, നോക്കട്ടെ. അത് ഈൽഡിങ് കഴിഞ്ഞാണെന്നുണ്ടെങ്കിൽ ഉണ്ടാവില്ല, ഇല്ലെങ്കിൽ കുരു അതുമ്പോൾ ഉണ്ടാവും. എവിടെ വെള്ളച്ചാട്ടം? ആ പൈപ്പ് ലീക്കായിട്ട് വെള്ളം ലീക്കായിക്കൊണ്ടിരിക്കണ കാണുന്നത്. അപ്പം ഈ വഴി കൂടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാണാൻ നല്ല രസമാണ്. ഇത് ആസ്വദിച്ച് ഇങ്ങനെ പോവാം ഇതിനകത്തുകൂടി പോകുമ്പോൾ. അപ്പൊ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പൊ ആലുവെന്ന് വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതിലിങ്ങനെ വന്നാൽ മതി. വേണ്ട, ഇത് ഇതിന്റെ കുരുക്കളാണ് കാണിച്ചെടുത്തത്. ആ കുരു ഒന്ന് കാണിച്ചു. ഇതേ താഴെ കാണുന്നത് കണ്ട, ഇതാണ് ഈ ഇതിന്റെ കുരു കിടക്കണ. ഇതാണ്. ഇവിടെ അടുത്ത ക്യാമറമാനും ഭയങ്കര മോശം, ഒട്ടും എന്താ പറഞ്ഞത്, ആസ്വദിക്കാനുള്ള കഴിവില്ലാത്ത ക്യാമറമാന്മാരാണെങ്കിൽ പിന്നെ ഒരു രക്ഷയില്ലല്ലോ. ലെഫ്റ്റ് സൈഡിൽ ഒരു അരുവി കണ്ടോ, ഒന്നും കാണുന്നില്ല ആൾക്കാര്. ഇതാണ് ഏഴാറ്റുമുഖം അല്ലെങ്കിൽ ചാലക്കുടി പുഴയായിട്ടൊക്കെ മാറുന്നത്. ഇന്നത്തെ ക്യാമറമാർക്ക് എത്ര കണ്ട് പെർഫെക്ഷൻ ഉണ്ടാവും അല്ലെങ്കിൽ എങ്ങനെ ഇരിക്കുമെന്നൊന്നും അറിയാൻ പാടില്ല കേട്ടോ. കാരണം ഈ ക്യാമറമാൻ പിടിക്കുന്നത് ശരിയല്ല. ക്യാമറ അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ പിടിക്കണം എന്നുള്ളതിനെ പറ്റി. ക്യാമറ എങ്ങനെ പിടിക്കണ്ടേന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് ഞാൻ. ചിലപ്പോ ഒക്കെ പിടിക്കണതൊക്കെ മാറിപ്പോകുന്നുണ്ട്. സൂം ഔട്ട് ചെയ്യാൻ വേണ്ടി കൈ വേറെ എടുക്കേണ്ടി വരുവാണ്. അപ്പൊ സൂം ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടി വരും. റോഡൊക്കെ ഉണ്ടോ? അടിപൊളി റോഡല്ലേ? ഫുഡൊന്നും കിട്ടാൻ പോകുന്നില്ല JKC. സൈഡിലൊക്കെ നോക്ക് ജോഷേ. ഒന്നും നേരെ മാത്രമല്ലടാ, ഞാൻ വണ്ടി ഓടിക്കണോണ്ട് എനിക്ക് നേരെ നോക്കണം. നിനക്ക് എന്താ സൈഡിൽ നോക്കിയാണല്ലോ കുഴപ്പം. അപ്പൊ ക്യാമറ അങ്ങോട്ട് പോകട്ടെ, നീ നോക്കുന്നിടത്ത് ക്യാമറ. അവിടെ എന്താ ഉള്ളേ? കാട് മാത്രമേ കാണുന്നുള്ളൂ. നീ അരുവിയൊന്നും കാണുന്നില്ല അവിടെ? വലിയ പുഴയൊന്നും കാണുന്നില്ല. നിനക്ക് കണ്ണ് കണ്ടൂടെ? അവിടെ ഒന്നും കാണുന്നില്ല. അതാ പ്രശ്നമില്ല, നിനക്കൊന്നും കാണാൻ വയ്യ. ചെറിയ തോട് കണ്ടു, ആയപ്പോഴ് വലിയ തോട് കണ്ടു. ഇതാണ് ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം. ഓക്കെ, ഇവിടെ നമുക്കൊരു ഹാങ്ങിങ് ബ്രിഡ്ജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അതൊക്കെ കാണാം കേട്ടോ. ഓക്കെ, അത് കൊള്ളല്ലേ? ഇവിടെ വന്ന് ബിരിയാണിയൊക്കെ മേടിച്ച് കഴിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പം ഹാപ്പിയാണോ?
ഇത് തുംകൂർമുഴി ഏഴാറ്റുമുഖമാണത്. ഈ പ്രകൃതി ഗ്രാമം അറിയപ്പെടും. ഇതിൻ്റെ സ്ഥലത്തിൻ്റെ പേര് ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം. നേരത്തെ ഇതൊക്കെ ഓപ്പൺ ആയിരുന്നു. പണ്ടൊക്കെ വരുമ്പോൾ ഇവിടെയൊക്കെ ഓപ്പൺ ആയിരുന്നു. ഇതിന് പ്രത്യേകിച്ച് കാശ് കാര്യങ്ങളൊന്നും കൊടുക്കണ്ടായിരുന്നു. ഇവിടെയൊക്കെ വന്ന് കുളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഇറങ്ങാനൊന്നും പാടില്ല. ഇപ്പം ഭയങ്കര റെസ്ട്രിക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് കൂടി കയറി നടക്കാം കേട്ടോ. കമോൺ, ഗോ 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 ഗോ. വീണാലും കുഴപ്പമില്ല, പിറക്കി എടുത്തോളാം. കൈവിട്ടേക്ക്. വെറുതെ വെച്ചിട്ടേ ഉള്ളൂ. നോക്കിയേ എവിടെ അവിടെ അല്ല, അത് അപ്പട്ടിയാണ്. ഓ അവിടെ അവിടെ